ഹായ് ഫ്രണ്ട്സ്, കുക്ക് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്കും കൂടി എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിബിത സജീവ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചിക്കൻ ഗ്രേവിയുടെ റെസിപ്പിയായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോണതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നും കൂടി ക്ലിക്ക് ചെയ്തെങ്കിലുള്ളൂ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. 250 ഗ്രാം ചിക്കൻ വെച്ചാണ് ഞാൻ ഈ ഒരു ചിക്കൻ ഗ്രേവി ഉണ്ടാക്കുന്നത്. ഈ ഒരു ചിക്കൻ ഗ്രേവി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയെടുക്കാം. എണ്ണയൊന്ന് ചൂടായി വന്നാൽ ഞാൻ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുകയാണ്. പെരിഞ്ജീരകം ഒന്ന് മൂത്ത് വന്നാൽ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും 1/2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി നിന്ന് മൂത്ത് വന്നാൽ നമുക്കിതിലേക്ക് 4 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് സവാള ജസ്റ്റ് ഒന്ന് കളർ മാറുന്നവരെ വഴറ്റിയെടുക്കാം. സവാളയൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയുടെ കൂടെ ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പൊടികളെല്ലാം ചൂടായി വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. പൊടികളെല്ലാം ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ലപോലെ കുക്കാവുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. തക്കാളി ഒന്ന് കുക്കായി വന്നാൽ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ കൂടെ ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കിതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളിയെല്ലാം നല്ലപോലെ കുക്കായി വന്നാൽ നമുക്കിതിലേക്ക് 1 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം ഒന്ന് മിക്സാക്കി എടുക്കണം. തേങ്ങാപ്പാൽ നല്ലപോലെ ഒന്ന് തിളച്ച് വന്നാൽ നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്നും കൂടി മിക്സാക്കി എടുക്കണം. മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് ഇതൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം. വീണ്ടും നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പോൾ ചിക്കനിലെ തേങ്ങാപ്പാലെല്ലാം വറ്റി ചിക്കൻ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ ഗ്രേവി എന്തായാലും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ ഇന്നിവിടെ പറഞ്ഞു പോകുന്നത് ഷിബിത സജീവ്. താങ്ക് യു.